രാജ്യമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം നൽകുന്ന കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ കേരളത്തിലെ നടത്തിപ്പിൽ വാട്ടർ അതോറിറ്റിയും കരാറുകാരനും അലംഭാവം കാട്ടുന്നതായി പരാതി. പദ്ധതിയിലൂടെ കുടിവെള്ള വിതരണം ആരംഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, പൈപ്പിടാനായി റോഡ് കുഴിച്ചതിനെ തുടർന്ന് ഗ്രാമീണ മേഖലയിലെ ഗതാഗതവും താറുമാറായി. ഇടുക്കിയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ ഉൾഗ്രാമങ്ങളിൽ പോലും ശുദ്ധജലം എത്തിക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതിയുടെ സംസ്ഥാനത്തെ നടത്തിപ്പിൽ കേരള വാട്ടർ അതോറിറ്റിയും കരാറുകാരും ഒപ്പം പൊതുമരാമത്ത് വകുപ്പും ഗുരുതര വീഴ്ച വരുത്തുന്നതായാണ് പരാതി. ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തിയിൽ വരുന്ന ഒട്ടനവധി പഞ്ചായത്തുകളിൽ പദ്ധതിക്കായി പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് കുഴിച്ചിരുന്നു. ഇതിൽ ചിലയിടങ്ങളിൽ പൈപ്പിട്ട് മൂടിയെങ്കിലും പാതി ഭാഗങ്ങളിലും ടാറിംഗ് ഇല്ലാത്തതിനാൽ നിരവധി ഗ്രാമങ്ങളിലെ റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതായി. ടാങ്കുകളുടെ നിർമ്മാണമാകട്ടെ എങ്ങും എത്തിയിട്ടുമില്ല. യഥാർത്ഥത്തിൽ ടാങ്കുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടായിരുന്നു ഇത് ചെയ്തതെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. ഓട്ടോറിക്ഷ പോലും കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ വളരെ ദുരിതപൂർണമായിരിക്കുകയാണ്. ആ ടാങ്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയായില്ല. എന്നാൽ 7-8 മാസങ്ങൾക്ക് മുമ്പ് റോഡ് കുഴിച്ചത് മൂലം വലിയ തുലാമഴയൊക്കെ പെയ്ത സമയത്ത് റോഡ് ഒലിച്ചു പോവുകയും വാഹനങ്ങൾ സഞ്ചാരയോഗ്യമല്ലാതാകുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ഉൾപ്രദേശങ്ങളിലേക്കുള്ള റോഡുകളും ഇപ്രകാരമാണ് മോശമായി പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കാവുന്ന ജൽജീവൻ മിഷനും PWD ഡിപ്പാർട്ട്മെന്റും നമ്മുടെ താലൂക്ക് വികസന സമിതിയിൽ ഇതേ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ മറുപടി പറഞ്ഞതാണ്. പക്ഷേ ഇതുവരെ അതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല. സംസ്ഥാന പാതകളടക്കം ഇത്തരത്തിൽ വെട്ടിപ്പൊളിച്ചിരുന്നു. ഇതുമൂലം അപകടങ്ങളും ഗതാഗത തടസ്സവും പതിവായതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. റോഡുകൾ ടാർ ചെയ്ത് നല്ല ഉന്നത നിലവാരത്തിൽ ടാർ ചെയ്ത റോഡുകളാണ് കുത്തിപ്പൊളിച്ചത്. എന്നിട്ട് അത് ചെയ്തിരിക്കുന്നതാണെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ നിലവാരം. നമുക്കറിയാം, കുണ്ടും കുഴിയായിട്ട് തന്നെയാണ് ഇപ്പോഴും ആ റോഡുകൾ കിടക്കുന്നത്. ഇപ്പോഴും നിരവധിയായ അപകടങ്ങൾ ഉണ്ടാവുകയാണ്. ഇത് നമുക്ക് ശബരിമല സീസണൊക്കെ ആയിട്ടും ഇതുവരെയായിട്ടും അത് പുനഃസ്ഥാപിക്കേണ്ട ഒരു നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല, ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പുകളും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും ഒക്കെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നാളിതുവരെയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല. സമീപ പഞ്ചായത്തുകളിലൊക്കെ റോഡുകൾ, ഇതുപോലെ ഗ്രാമീണ മേഖലയിലെ റോഡുകളൊക്കെ പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി കുഴിച്ചിരുന്നു. എന്നാൽ അത് മണ്ണിട്ട് മൂടിയതല്ലാണ്ട് അതിലേക്ക് യഥാവധി ടാറിങ്ങോ കോൺക്രീറ്റോ നടത്താത്തത് മൂലം ഇവിടുത്തെ ഗ്രാമീണ മേഖലയിലെ ആളുകൾക്ക് വീടുകളിലെത്തുന്നതിനും ഓട്ടോറിക്ഷ വിളിച്ചു പോകുന്നതിനും ഒക്കെ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ശുദ്ധജലം എത്തിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതിയെ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. പദ്ധതിയിലൂടെ എത്രയും വേഗം കുടിവെള്ളം എത്തിക്കുന്നതിനൊപ്പം ഇതിനായി വെട്ടിപ്പൊളിച്ച റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നുമാണ് ഉയരുന്ന പൊതു ആവശ്യം. കുടയത്തൂർ പഞ്ചായത്തിലെ അടൂർമലയുടെ മുകളിൽ നിന്നും ക്യാമറമാൻ റേസൻ DS രതീഷ് കൃഷ്ണ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.